നല്ല പടമാണ് ക്ലൈമാക്സ് നല്ല പൊളിയാണ്. അഭിനയമൊക്കെ രക്ഷാപതി പൊളിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഭിനയം? എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ? എല്ലാവരുടെയും അഭിനയം ആക്ച്വലി നന്നായിരുന്നു, നല്ല പെർഫോമൻസാണ്. സെക്കൻഡ് പാർട്ട് ആക്ച്വലി ഭയങ്കര ത്രില്ലിംഗ് ആണ്. എങ്ങനെയുണ്ട് എടുത്തു പറയത്തൊക്കെ എന്ത് തോന്നി? എടുത്തു പറയുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കുന്ന രീതിയിലാണ് എൻഡിങ് കൂടെ. നെക്സ്റ്റ് പാർട്ട് ഉണ്ടാകും. ഗുഡ് മൂവി, കണ്ടോണ്ടിരിക്കാൻ ഡെഫിനറ്റ്ലി വാച്ചബിൾ. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സിംപ്ലർ കാന്തരായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ക്രൂ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ് തിയേറ്റർ. വളരെ നല്ല സിനിമയാണ്. വളരെ നല്ല വിഷ്വൽസാണ്. പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മേലെയാണ്. എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പാർട്ട്? കഴിഞ്ഞൊരു പാർട്ടിനേക്കാളും ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ഇത്രയും വലിയ റിവ്യൂ ഒക്കെ വന്നിട്ട് ഭയങ്കരമായി മറ്റതിനേക്കാളും ഒരുപാട് വലിയ പടമാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ശരാശരിയായിട്ട് തോന്നും. എന്നാൽ കഴിഞ്ഞ പാർട്ടിനേക്കാളും എന്തുകൊണ്ടും വളരെ നല്ല ചിത്രമാണ്. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? അഭിനയമൊക്കെ ഋഷഭ് ഷെട്ടിയുടെ ഈ അഭിനയത്തോട് മാച്ച് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ ലാലേട്ടന് പോലും കഴിയുമെന്നുള്ള കാര്യം സംശയം. അത്ര നല്ല അഭിനയം. ലാലേട്ട് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പകർച്ച, കാരണം ഒന്നിലേക്ക് വേറൊന്ന് സ്വിച്ച് ചെയ്ത് പോകുന്ന രംഗങ്ങളുണ്ട്. അത് ഋഷഭ് ഷെട്ടിയോളം അഭിനയിക്കാൻ വേറെ ആർക്കെങ്കിലും ഇന്ത്യൻ സിനിമാ രംഗത്ത് പറ്റുമെന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ശരിക്കും പടത്തിൽ എടുത്തു പറയാൻ തോന്നി? എടുത്തു പറയേണ്ട വിഷ്വൽസ്, ഗ്രാഫിക്സ്, അഭിനയം, കലാസാങ്കേതിക രംഗം എല്ലാം കാട് കാണിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ കലാസംവിധാനം വളരെ മികച്ചതാണ്. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ നോക്കി, ആ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ വെച്ച് നോക്കിയിട്ട് പോലും വളരെ നന്നായിട്ടാണ് തോന്നിയത്. മേക്കിംഗ് എങ്ങനെയാണ്? ബ്രഹ്മാണ്ടമാണ്. വളരെ നല്ല സിനിമ, ബ്രഹ്മാണ്ടം, ഒന്നും തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ചൊക്കെ ഒരു കൊമേഴ്സ്യൽ വാല്യൂസ് ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കൊമേഴ്സ്യൽ പടം, ആട്ടുപടം എന്ന് പറയാൻ പറ്റില്ല. കൊമേഴ്സ്യൽ വാല്യൂസ് ഉണ്ട്. എന്നിരുന്നാലും വളരെ മികച്ചതാണ്. ഒന്നും പറയല്ല, അസല് ഫിലിമാണ്. ദൈവികമായിട്ട് അസല് ഫിലിമാണ്. നന്നായിരിക്കും, ഡിഫറെന്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടുപോകാൻ പടത്തിൽ എടുത്തു പറയാൻ തോന്നി? ഋഷഭ് ഷെട്ടിയുടെ അഭിനയം അസാധ്യമായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു. ജയറാമേട്ടനുണ്ട്. നന്നായിരിക്കുന്നു. ആ ലേഡി പേരറിയത്തില്ല, അവർ സൂപ്പറായിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് ഫൈൻ. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നു. സെക്കൻഡ് ഹാഫ് കിട്ടിയില്ല വേണ്ട, നന്നായിരിക്കും, അസലായിരിക്കും. ഫോട്ടോഗ്രാഫി എല്ലാം കിട്ടുന്നതായിരുന്നു. ഓക്കെ കേട്ടോ. പടം കൊള്ളാം. എടുത്തു വെച്ചേക്കുന്ന രീതിയിൽ നല്ല രസമാണ്. ഓഡിയോ ട്രാക്ക്, സൗണ്ട് ട്രാക്ക് എല്ലാം നല്ലതാണ്. ആക്ടിങ്, ക്യാമറ ഷോട്ട്സ് എല്ലാം നല്ലതാണ്. അപ്പോൾ കൊള്ളാം. ഫസ്റ്റ് പാട്ട് കാണണമെന്നൊക്കെ നിർബന്ധം ഇല്ല, കാരണം ഈക്വലായിട്ട് എടുത്താണേലും നല്ല രസമായിട്ട് മനസ്സിലാക്കാൻ രീതിയിൽ ഒട്ടുണ്ട്. ഋഷഭ് ഷെട്ടി എങ്ങനെയുണ്ട്? ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഭയങ്കര നല്ല രസമായിട്ടുണ്ട്. ഫസ്റ്റിലാണോ ഇതിലാണോ പുള്ളിയുടെ അഭിനയം കൂടുതലായിട്ട്? അങ്ങനെ ചോദിച്ചാൽ ആണ് പുള്ളി എന്നുള്ള ആക്ടർ എന്നതിൽ നല്ല രീതിയിൽ അഭിനയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറെ കൂടെ നല്ലതായിട്ട് തോന്നി. ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? ജയറാം ഭയങ്കര അഭിനയമായിരുന്നു. ജയറാമിൻ്റെ ക്യാരക്ടറിന് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.